അല്ല നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകളും അവർ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെയും കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം ശ്രീ ജോർജ് ജോസഫിന് മറ്റാരെക്കാളും നന്നായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതൊന്നും തന്നെ ഒരു തെളിവേ അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ 2017 മുതൽ ഒരു പൊസിഷനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് പറയുന്നത്. അതല്ലാതെ അദ്ദേഹം റിട്ടയർഡ് SP അല്ലേ? SP ആയിട്ട് സെർവ് ചെയ്തിരിക്കുന്ന ശ്രീ ജോർജ് ജോസഫിന് അറിയില്ലേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഒരു തെളിവേ അല്ല, അത് അന്വേഷണ സംഘത്തിന്റെ മണ്ടത്തരമാണെന്ന് സാറിന് അറിയാം അല്ലേ? ശ്രീജിത്ത് അല്ല, സാറിന്റെ സ്കില്ല് അത് നമുക്കറിയാലോ. ശ്രീജിത്തിന്റെ ചെവി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ തമ്മിൽ കാണുമ്പോൾ ചെവി പറഞ്ഞു അല്ല അതല്ല, അതായിക്കോട്ടെ. ഇല്ല അത് മതി. അല്ല കാരണം അത് ചാനലിൽ പറയത്തില്ല ഞാൻ. എന്താണ് ഇതിന്റെ മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് എന്റെ മനസ്സിൽ അല്ല, ഇരിപ്പുണ്ട്. ഞാൻ മോട്ടീവ് അല്ല സാർ അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരാം, ജോർജ് അപ്പൊ ജോസഫ് സാർ, ബോധ്യപ്പെട്ടോളും. അപ്പൊ ഈ ജോർജ് ജോസഫ് സാർ, സ്റ്റാൻഡ് മാറിക്കോളും. ജോർജ് ജോസഫ് സാർ, ഞാൻ അതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞു. പറയാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന എവിഡൻസ്, ആ എവിഡൻസ് വെറും പൊട്ടയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ എവിഡൻസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നറിയാം. ഞാൻ പറയുന്നത് നമുക്ക് തെളിവുണ്ട് എങ്കിൽ വിശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് നമ്മളാരും നേരിട്ട് കണ്ടിരിക്കുന്ന ഇൻസിഡന്റ് അല്ല. ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളാരും നേരിട്ട് കണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നടന്നിരിക്കുന്ന വാദപ്രതിവാദങ്ങളും ഇൻ ക്യാമറ ആയതുകൊണ്ട് നമ്മളാരും കണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് കോടതി വിധിയിൽ കോടതി രണ്ട് പക്ഷത്തിനെയും നോക്കിയിട്ട് ഈ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളെ മുൻവിധിയില്ലാതെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഈ പൾസർ സുനിക്ക് ദിലീപുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആർക്കേഡിയ ഹോട്ടലിൽ താമസിച്ചിരുന്ന സമയത്ത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പുരുഷോത്തമനുണ്ട്. ഈ പുരുഷോത്തമൻ ആരാണ്? അദ്ദേഹം പറയുന്നത് മുകേഷിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അവസാനം കോടതിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മേക്കപ്പ് അസിസ്റ്റന്റ് ആണ് എന്ന് മാറ്റിയിട്ടുണ്ട്. അത് പോട്ടെ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥലത്ത് പൾസർ സുനിയും ഇയാൾ ഒരുമിച്ചാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് താമസിച്ചിരുന്നത് എന്നാണ്. ഈ പോലീസ് തന്നെ പോയിട്ട് ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ഡേറ്റയും കാര്യങ്ങളും, അതായത് അവിടുത്തെ ആൾക്കാരുടെ രജിസ്റ്റർ എല്ലാ ഹോട്ടലിലും ഉണ്ടല്ലോ, അവിടെ താമസിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇല്ല. പിന്നോ ഇയാൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്? ഇയാളുടെ ആദ്യത്തെ മൊഴി അനുസരിച്ച് ഇയാള് പൾസർ സുനി വെള്ളം അടിച്ചിട്ട് റൂമിലേക്ക് വന്നിരുന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് ഇയാളെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കോടതിയിൽ പോയിട്ട് അയാൾ പറഞ്ഞിരുന്നത് എന്താണ്? അങ്ങനെയല്ല, അതായത് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് അഡ്മിറ്റ് ചെയ്യല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞത് ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് അല്ലേ? ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരിക. അതുകൊണ്ടാണ് കോടതി പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. ഒരു ചെറിയ കാര്യം, നേരത്തെ മഞ്ജുഷ പറഞ്ഞിരുന്ന സംഭവമല്ലേ, ഗുണ്ടകളുടെ പ്രശ്നം ഉണ്ടാകുന്നു, പരിഹരിക്കുന്നത് പോലീസാണെന്ന് കൃത്യമായ രേഖകളുള്ളപ്പോൾ ബൈജു പൗലോസിനെ വിളിച്ചു നിർത്തിയിട്ട് കോടതി ചോദിക്കുന്നു, ഇത് ആരാണ് പരിഹരിച്ചത്? ഈ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറി ഓഫീസറായിട്ടുള്ള ബൈജു പൗലോസ് ഈ സുനിൽകുമാർ ഗുണ്ട 650 രൂപ എന്ന് പറയുന്ന വ്യാജ സ്ലിപ്പ് കൊണ്ടുവന്ന് കൊടുത്ത് അത് സുനിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആള് പറയുകയാണ്, ഇത് അന്വേഷിച്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് പോലീസാണ്. എന്നിട്ടോ അതിൽ സുനിയെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചോ? ഇല്ല. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഉത്തരമില്ല. ഞാൻ പറഞ്ഞ ഇതാണ് തെളിവ്. അതേപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന മറ്റു വാദങ്ങൾ, നമ്മൾ ഈ ഇൻഡിവിജ്വൽ തെളിവാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദമല്ലേ, ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഒരാഴ്ച ദിലീപ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയെന്ന്. നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗം പറയാൻ വന്നിരിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ചർച്ചയുടെ വിധിയുടെ തലേ ദിവസം വരെ പറഞ്ഞു, നോക്കൂ ദിലീപ് എന്തിനാണ് അങ്ങേർക്ക് അതിൽ പങ്കില്ല എങ്കിൽ ഒരാഴ്ചത്തെ ഹോസ്പിറ്റലൈസേഷന്റെ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയില്ല, കാരണം ഈ അടച്ചിട്ട കോടതി മുറിയിൽ എന്താ പറയുന്നത് നമുക്കറിയില്ല. വിധി വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ത്? പ്രോസിക്യൂഷൻ പോലും സംശയിക്കാത്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കാരണം ആ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഇല്ല. ദിലീപ് ഒരിടത്തും ക്ലെയിം ചെയ്തിട്ടില്ല അയാൾ അവിടെ ഇൻപേഷ്യന്റ് ആയിരുന്നുവെന്ന്. അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നതിന്റെ രേഖകളില്ല. ദിലീപിന് ആ വാദമില്ല, ദിലീപിന്റെ വക്കീലിന് ആ വാദമില്ല, അവിടെ ട്രീറ്റ് ജോർജ് ജോസഫ് അവിടെ ക്രൈം സീനിൽ ഗൂഢാലോചനയിലെ പങ്കാളി ആസൂത്രകൻ ഉണ്ടാകരുത്, അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൃത്രിമമായിട്ടൊരു രേഖയുണ്ടാക്കി ആ ദിവസങ്ങളിൽ ദിലീപ് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, പനി കൂടിയിട്ട്. അത് ഒന്നും രണ്ടും ദിവസമല്ല, ഒരാഴ്ചയിലേറെ ചികിത്സയിലായിരുന്നു എന്നായിരുന്നുവല്ലോ വാദം വന്നിരുന്നത്. അതായത് ഈ കൃത്യം നടക്കുന്നതിന് മുൻപ്, കൃത്യം നടന്നത് ഫെബ്രുവരി 17-നാണ്, 14-ാം തീയതി അഡ്മിറ്റ് ആകുന്നു, 21-ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. ഇങ്ങനെയായിരുന്നുവല്ലോ. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഡിഫൻസ് വക്കീലിനൊരു വാദമില്ലായിരുന്നു, ദിലീപിന് അങ്ങനെ ഒരു വാദമില്ലായിരുന്നു. കാരണം ക്രൈം സീനിൽ ഇദ്ദേഹം ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദമില്ലായിരുന്നു. അവിടെയും പ്രോസിക്യൂഷന് പാളിച്ചയല്ലേ. അത് മാത്രമല്ല, 17-ാം തീയതി കൃത്യം നടക്കുന്നു, 19-ാം തീയതി എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് ദിലീപ് പ്രസംഗിച്ചു.
അതിജീവിതയോടൊപ്പം എന്നുള്ള മുദ്രാവാക്യവുമായി അവിടെ സിനിമയിലെ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അവിടെ ദിലീപും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്രൈം സീനിൽ ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ ആശുപത്രിയിൽ കിടന്നു എന്നുള്ള വാദം തെറ്റായി പോയില്ലേ? അവിടെ പ്രോസിക്യൂഷനല്ലേ വീഴ്ച സംഭവിച്ചത്? ആശുപത്രിയിൽ കിടന്നുള്ള റെക്കോർഡ് ഉണ്ടല്ലോ. ആ ഡോക്ടർ പനിയൊക്കെ പിടിച്ച് നമ്മൾ ഒരാഴ്ച ആശുപത്രി കിടന്നതിന്റെ ഉണ്ട് ആ തുടക്കം മുതലുണ്ട്. തുടക്കം മുതലുണ്ട്. ആ ഡോക്ടർ മൊഴി ഡിപ്പോസിഷൻ നോക്കണം. അത് പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ദിവസം ഇല്ലേ, അന്ന് ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് IV എടുത്തതിന് ശേഷം വീട്ടിൽ പറഞ്ഞുകൊണ്ടുവന്നാണ്. മഞ്ജുഷ് 14-ാം തീയതി രാത്രി 7 മണിക്ക് ശേഷം ദിലീപ് അവിടെ വരുന്നു, മരുന്ന് വാങ്ങുന്നു, IV ഇടുന്നു, 3 മണിക്കൂർ അവിടെ കിടക്കുന്നു, തിരിച്ചു വീട്ടിൽ പോകുന്നു. ഇതാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്. ഒരാഴ്ചത്തെ അഡ്മിഷൻ ഇല്ല, ഒരു പേപ്പറില്ല. ഈ കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ, അതായത് ഡോക്ടറുടെ കെയർ, പിന്നെ പൾസ്, ടെമ്പറേച്ചർ ചാർട്ട്, നഴ്സിംഗ് ചാർട്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിൽ പ്രോസിക്യൂഷന് എതിരഭിപ്രായം ഇല്ല എന്നാണ്. അതായത് അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് പ്രോസിക്യൂഷൻ സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോസിക്യൂഷൻ വ്യാജമായിട്ടൊരു വാർത്ത കൊണ്ടുവന്നു, പ്രോസിക്യൂഷൻ തന്നെ രേഖകൾ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ സമർപ്പിക്കുന്നു. കോടതി അത് നോക്കുന്ന സമയത്ത് അതിനകത്ത് OP എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇൻപേഷ്യന്റ് എന്ന് എഴുതിയിട്ടില്ല. ഒരാഴ്ച ഇവിടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നഴ്സിംഗ് കെയറിന്റെ ചാർജ് വരണ്ടേ? ഈ 7 ദിവസം അവിടെ കിടക്കുന്ന സമയത്ത് നഴ്സിംഗ് കെയർ വരണ്ടേ? അതില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഒറ്റ ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ജോസഫ്. അങ്ങനെ ജോസഫിന്റെ മറുപടി കൂടി അങ്ങനെ ചില പാളിച്ചകൾ പറ്റിയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്തിനാണ് പ്രോസിക്യൂഷൻ ആ രീതിയിൽ ചിന്തിച്ചത്? മാത്രമല്ല ഡിഫൻസ് വക്കീൽ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഇല്ല, മൊഴി പറഞ്ഞിട്ടുണ്ടല്ലോ. അയാളുടെ ട്രീറ്റ്മെന്റ് 14-ാം തീയതി മുതൽ ഈ സംഭവത്തിന് ശേഷം 3 ദിവസത്തിന് അപ്പുറം അയാളുടെ ട്രീറ്റ്മെന്റിലാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തിനാ ട്രീറ്റ്മെന്റ്? അത് കോടതി ഡിപ്പോസിഷനകത്ത് കാണില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഗൂഢാലോചന നടത്തിയാൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കോടതിക്ക് മുന്നിൽ ഗൂഢാലോചന നടത്തിയാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇല്ല. അദ്ദേഹം മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ 13-ാം തീയതി ഡോക്ടറെ വീട്ടിൽ കാണുന്നു, 14-ാം തീയതി രാത്രി വന്നിട്ട് IV ഇടുന്നു, പിന്നീട് 20-ാം തീയതി ഡോക്ടറെ കാണുന്നു. അത് ഡോക്ടറെ ട്രീറ്റ്മെന്റിലാണെന്ന് വരുത്തി തീർക്കാനല്ലേ അങ്ങനെ വന്നത്. അത് അവിടെ കിടക്കണോ നിർബന്ധമുണ്ടോ? ഇദ്ദേഹത്തിനെ പോലെ അദ്ദേഹം അവിടെ ക്രൈം സീനിൽ ഉണ്ടെന്നൊരു കേസില്ലല്ലോ, പിന്നെ എന്തിനാണ് ആലിബി? ഇല്ല, അപ്പൊ അതുകൊണ്ട് 14-ാം തീയതി അല്ലല്ല, ക്രൈം സീനിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ആലിബി വേണം. ഇതിനകത്ത് എനിക്ക് പങ്കില്ല. ഞാൻ ആശുപത്രി ഇല്ല ക്രൈം സീനിൽ അങ്ങനെ ഒരു കേസേ ഇല്ല. ഇങ്ങനെ ആശുപത്രിയിലാണ് പറ്റി അറിയില്ല. പൊട്ടൻ ഡിഫൻസ് ആണത്. അതിനാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അല്ലല്ല, ഒരു സെക്കൻഡ്, വാദഗതി അതിനു വേണ്ടിയിട്ടല്ല. ആണ് നോക്കൂ, ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിജീവിതയും മറ്റ് ക്രിമിനൽസ് ആണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ്. ഈ പ്രതികൾക്കോ അതിജീവിതയ്ക്കോ ദിലീപിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല. പോലീസിന് ദിലീപിന്റെ അവിടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല. എന്ന് വെച്ചാൽ ഹി ഓൾറെഡി ഹാസ് എൻ ആലിബി ദാറ്റ് ഹി ഈസ് എൽസ്വെയർ.